എല്ലാവർക്കും മല്ലു ഡീപ് ഡൈവിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏറ്റവും പുതിയ ന്യൂസ് അപ്ഡേറ്റ്സിനായി മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഐഡിയ സ്റ്റാർ സിംഗർ എന്ന റിയാലിറ്റി ഷോയിലൂടെ എത്തി പിന്നീട് പ്ലേ ബാക്ക് സിംഗറായും അവതാരികയുമെല്ലാമായ ജനപ്രിയ താരമാണ് അഞ്ജു ജോസഫ്. സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയ താരം യൂട്യൂബ് വീഡിയോകളും കവർ സോങ്ങുകളുമായും ഇപ്പോഴും ജനങ്ങൾക്കിടയിൽ തന്നെയുണ്ട്. ഇപ്പോഴിതാ പുതിയ സന്തോഷ വാർത്തയുമായാണ് അഞ്ജു എത്തിയിരിക്കുന്നത്. പുനർവിവാഹിതയായി എന്നാണ് താരം തന്റെ ഇൻസ്റ്റാഗ്രാമിലൂടെ പങ്കിട്ടിരിക്കുന്നത്. ആദിത്യ എന്നാണ് അഞ്ജുവിന്റെ ഭർത്താവിന്റെ പേര്. ബംഗളൂരുവിൽ എഞ്ചിനീയർ ആയ ആദിത്യയുടെ സ്വദേശം ആലപ്പുഴയാണ്. താൻ സെലിബ്രിറ്റി അല്ല, സാധാരണക്കാരൻ ആണെന്ന് ആദിത്യ പറഞ്ഞത്. അഞ്ജുവിനെ എങ്ങനെയാണ് പരിചയം എന്ന ചോദ്യത്തിന് ആ പേഴ്സണൽ ആയിട്ട് വെക്കാനാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ തീരുമാനം. പക്ഷേ വളരെ രസകരമായി വെളിപ്പെടുത്തും എന്നും ആദിത്യ പറഞ്ഞു. കല്യാണത്തിന്റെ ഒരുക്കങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. വളരെ പേഴ്സണൽ ആയിട്ടുള്ള സംഭവം ആയതുകൊണ്ട് ഇന്റിമേറ്റ് ഇവന്റ് ആയിട്ടാണ് നടത്തിയത്. ആദിത്യൻ ഇത്തിരി പ്രൈവറ്റ് ആയിട്ടുള്ള ആളാണ്. പ്രണയ വിവാഹം ആണോ എന്നത് പിന്നീട് പറയുന്നതായിരിക്കും, ആദിത്യ പറഞ്ഞു. താൻ പാട്ട് നിർത്താൻ പോകുന്നില്ലെന്നും കല്യാണം കഴിച്ചതുകൊണ്ട് മിസ് എന്നുള്ളത് മിസിസ് ആയെന്ന മാറ്റമേ ഉള്ളൂവെന്നും അഞ്ജു പറഞ്ഞു. നിരവധി പേരാണ് അഞ്ജുവിനും ആദിത്യയ്ക്കും ആശംസകളുമായി എത്തുന്നത്. ഇപ്പോഴാണ് അഞ്ജുവിന് ചേർന്ന കൂട്ട് ലഭിച്ചത് എന്നാണ് ആരാധകർ പറയുന്നത്. ടെലിവിഷൻ ഷോകളുടെ സംവിധായകൻ അനൂപ് ജോണായിരുന്നു അഞ്ജുവിന്റെ ആദ്യ ഭർത്താവ്. എന്നാൽ ഇരുവരും വേർപിരിഞ്ഞു. രണ്ടാമത് വിവാഹിതയാകുമോ എന്ന ചോദ്യത്തിന് തീർച്ചയായും വിവാഹം കഴിക്കുമെന്ന് അഞ്ജു പറഞ്ഞിരുന്നു. പറ്റിയ ആളെ കിട്ടിയാൽ വിവാഹം കഴിക്കുമെന്നാണ് അഞ്ജു പറഞ്ഞത്. വിവാഹമോചനത്തെക്കുറിച്ചും അഞ്ജു തുറന്നു പറഞ്ഞിരുന്നു. വിവാഹമോചനം എന്ന തീരുമാനത്തിലേക്ക് എത്താൻ സമയം എടുത്തിരുന്നെന്നും തന്റെ ഇമേജ് ബ്രേക്ക് ചെയ്യരുതെന്നും ഉണ്ടായിരുന്നെന്നും എന്നാണ് അഞ്ജു അന്ന് പറഞ്ഞത്. താൻ തന്നെ കണ്ടുപിടിച്ച ബന്ധമായിരുന്നതുകൊണ്ട് ആ റിലേഷൻഷിപ്പ് എങ്ങനെയെങ്കിലും വർക്ക് ഔട്ട് ചെയ്യണമെന്ന പ്രഷർ താൻ തന്നെ തന്റെ മുകളിൽ ഇട്ടിരുന്നെന്നും അഞ്ജു പറഞ്ഞിരുന്നു. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ന്യൂസ് അപ്ഡേറ്റ്സിനായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.